ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പുകൾ പൊതുവെ അതിഗംഭീര മത്സരങ്ങൾ കൊണ്ടാണ് ചൂട് പിടിക്കാറ്. പക്ഷേ ഈ ലോകകപ്പിൽ മത്സരങ്ങൾക്കൊപ്പം തന്നെ വിവാദമായ റഫറി തീരുമാനങ്ങളും ചൂട് പിടിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് വാർ എന്ന വാക്കാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. വാർ എന്നാൽ വീഡിയോ അസിസ്റ്റൻസ് റഫറിമാരുടെ തീരുമാനങ്ങൾ, വീഡിയോയുടെ സഹായത്തോടെ റഫറിമാർ തീരുമാനിക്കുന്നതാണ് വാർ. എന്തായാലും അതെല്ലാം പലതും വിവാദങ്ങളായി മാറിയിരിക്കുകയാണ്. 10 കളികളിൽ 11 വിവാദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ വിവാദങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ വിവാദം അർജൻറ്റീനയ്ക്ക് എതിരായിട്ടുള്ള ഈജിപ്തിൻ്റെ ഗോൾ അസാധുവാക്കിയത് തന്നെയാണ്. പ്രീ ക്വാർട്ടറിൽ അർജൻറ്റീനയ്ക്കെതിരെ ഈജിപ്തിൻ്റെ മുസ്തഫ സീക്കോ നേടിയ ഗോളാണ് വാറ് തീരുമാനത്തോടെ റദ്ദാക്കപ്പെട്ടത്. അർജൻറ്റീനൻ പ്രതിരോധ നിരയിലെ കളിക്കാരൻ ലിസാൻഡ്രോ മാർട്ടിനസിനെ ഈജിപ്തിൻ്റെ മർവാൻ അട്ടിയ ഫൗൾ ചെയ്തു എന്നതാണ് കാരണം. അവസാന നിമിഷം അർജൻറ്റീന നേടിയ വിജയ ഗോളിന് മുമ്പ് മുഹമ്മദ് സലായെ ജൂലിയൻ അൽവാരസ് ബോക്സിൽ വീഴ്ത്തിയിട്ടിരുന്നു, ഫൗൾ ചെയ്തിരുന്നു. അത് വാർ പരിശോധനയ്ക്ക് എടുത്തില്ല എന്നൊരു വിവാദം കൂടി അർജൻറ്റീന ഈജിപ്ത് കളിയിലുണ്ട്. എന്തായാലും കളി കഴിഞ്ഞു, അർജൻറ്റീന ജയിച്ചു. അവസാന 15 മിനിറ്റിൽ 3 ഗോൾ അടിച്ചിട്ട് അത് വിവാദം ഇപ്പോഴും കത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ മറ്റൊരു വിവാദം നോക്കിയാൽ റൗണ്ട് ഓഫ് 32-ൽ പരാഗ്വേയും ജർമ്മനിയും തമ്മിലുള്ള മത്സരത്തിലാണ് ആ വിവാദം ഉണ്ടായിട്ടുള്ളത്. അത് റൗണ്ട് ഓഫ് 32-ൽ പരാഗ്വേക്കെതിരായ കളിയുടെ അധിക സമയത്ത് ജർമ്മനി ഗോൾ നേടി. അതോടെ സ്കോർ 2-1 നഥാനിയൽ ബ്രൗണിൻ്റെ കോർണറിൽ ജൊനാഥൻ തായാണ് ഹെഡറിലൂടെ ഗോൾ നേടിയത്. ആ സമയത്ത് ജർമ്മനി പ്രീ ക്വാർട്ടർ ഉറപ്പാക്കിയതായിരുന്നു. പക്ഷേ ഗോള് റഫറി ജലാൽ ജായദ് തീരുമാനം വാറിന് വിട്ടു. വാറ് അത് ഗോൾ അടിക്കുന്ന സമയം മറ്റൊരു ജർമ്മൻ താരം വാൽദമർ ആൻഡൻ പരാഗ്വേ ഗോൾ കീപ്പർ ഓർലാൻഡോ ഗില്ലിൻ്റെ കാഴ്ചയെ മറച്ചു എന്ന കാരണം പറഞ്ഞിട്ട് ആ ഗോൾ നിഷേധിച്ചു. ഗോൾ കീപ്പറുടെ കാഴ്ച മറച്ചു ഒരു ജർമ്മനി കളിക്കാരൻ എന്ന കാരണം പറഞ്ഞ് ആ ഗോൾ നിഷേധിച്ചു. പിന്നീട് ഷൂട്ടൗട്ട് വന്നു. ഷൂട്ടൗട്ടിൽ ജർമ്മനി തോറ്റു. അതോടുകൂടി ആ ഗോളും വലിയ വിവാദമായിട്ട് നിൽക്കുന്നു. മറ്റൊന്ന്, അമേരിക്കയും ബോസ്നിയയും തമ്മിലുള്ള മത്സരത്തിൽ ബലോഗൻ്റെ റെഡ് കാർഡാണ്. അതിപ്പോൾ തന്നെ വളരെ പ്രശസ്തമായി കഴിഞ്ഞു ആ റെഡ് കാർഡ്. ആദ്യം ബോസ്നിയക്കെതിരെ ബലോഗൻ ഗോളടിച്ചു. പിന്നീട് ബലോഗൻ്റെ ഒരു ഫൗള് അത് വാറിന് വിട്ടിട്ട് വാറിൻ്റെ നിർദ്ദേശപ്രകാരം അതൊരു റെഡ് കാർഡായി, സ്ട്രെയിറ്റ് റെഡ് കാർഡായിരുന്നു. മഞ്ഞക്കാർഡ് പോലും കൊടുക്കുന്നതിന് മുമ്പ് റെഡ് കാർഡ് കൊടുക്കുന്നതിനാണ് സ്ട്രെയിറ്റ് റെഡ് കാർഡ് എന്ന് പറയുന്നത്. അതൊരു സ്ട്രെയിറ്റ് റെഡ് കാർഡായിരുന്നു. പിന്നീട് ബലോഗൻ്റെ ആ റെഡ് കാർഡ് കാരണം അടുത്ത കളി കളിക്കാൻ പറ്റില്ല സാധാരണഗതിയിൽ. ആ സസ്പെൻഷൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 തവണ ഫിഫയിൽ ഫോൺ വിളിച്ച് അത് റദ്ദാക്കിച്ചു. അപ്പോൾ അത് അങ്ങനെയും അതിനൊരു വിവാദം ഉണ്ടായി. ട്രംപിൻ്റെ കാര്യത്തിലും അത് അങ്ങനെ പോയി. ഇനി റൗണ്ട് ഓഫ് 32-ൽ സെനഗൽ ബെൽജിയം മത്സരം, അതിൽ 86 മിനിറ്റ് വരെ സെനഗൽ 2 ഗോളിന് മുന്നിലായിരുന്നേ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ 4 മിനിറ്റിനുള്ളിൽ 2 ഗോൾ ബെൽജിയം അടിച്ചിട്ട് അത് 2-2 പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക് പോയി ആ കളി. എക്സ്ട്രാ ടൈമിൻ്റെ അവസാന ഘട്ടത്തിൽ എക്സ്ട്രാ ടൈം കഴിഞ്ഞു, അതിൻ്റെ ഇഞ്ചുറി ടൈമിൽ ബെൽജിയത്തിന് അനുകൂലമായിട്ടൊരു പെനാൽറ്റി വിധിച്ചു റഫറി. അത് വിവാദമായി. അത് ഷൂട്ടൗട്ടിലേക്ക് നീങ്ങാൻ നിമിഷങ്ങൾ ശേഷിക്കെ ബെൽജിയം പെനാൽറ്റിക്ക് വാദിക്കുകയാണ് ചെയ്തത്. തുടർന്ന് റഫറി സയ്യിദ് മാർട്ടിനസ് നൽകിയില്ല, വാർ പരിശോധനയ്ക്ക് വിട്ടു. ഈ വാർ പരിശോധന സെനഗൽ താരം ലമീൻ കമാറ ബോക്സിൽ യൂറി ടിയെലമെൻസിനെ ചെറുതായി തട്ടിയതിന് വാറിലൂടെ പെനാൽറ്റി കിട്ടി. റഫറി അത് വാറിന് വിട്ടു. വാറ് പെനാൽറ്റി നിർദ്ദേശിച്ചു, പെനാൽറ്റി കൊടുത്തു, ബെൽജിയം ജയിച്ചു. എക്സ്ട്രാ ടൈമിൻ്റെ ഇഞ്ചുറി ടൈമിലാണ്, അത് കഴിഞ്ഞാൽ ഷൂട്ടൗട്ടാണ്. പക്ഷേ അവസാന നിമിഷം ബെൽജിയത്തിന് പെനാൽറ്റി കിട്ടി, ബെൽജിയം ഗോൾ അടിക്കുകയും ചെയ്തു. അങ്ങനെ അത് ബെൽജിയം ജയിച്ചു. അതൊരു വലിയ വിവാദമായി. ഇനി മറ്റൊന്ന് വലിയ വിവാദമായത് പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരത്തിൽ ക്രൊയേഷ്യ സമനില ഗോൾ നേടിയിരുന്നു. പക്ഷേ അത് റദ്ദാക്കപ്പെട്ടു. ഇതേപോലെയുള്ള പ്രശ്നങ്ങളായിരുന്നു. റൗണ്ട് ഓഫ് 32-ൽ പോർച്ചുഗലിനെതിരെ ക്രൊയേഷ്യ യോസ്കോ ഗോഡിയോളയിലൂടെ സമനില പിടിക്കുകയാണ്. തീരുമാനം വാറിന് വിട്ടു റഫറി. മരിയോ പസാലിച്ചിൻ്റെ ക്രോസ് ഗോഡിയോളിൻ്റെ കാലിലെത്തും മുമ്പ് മറ്റൊരു ക്രൊയേഷ്യൻ താരം ഇഗാർ മറ്റാനോവിച്ചിൻ്റെ തലയിൽ തട്ടിയതായി സ്നിക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ ആ ശബ്ദം പിടിച്ചെടുക്കുന്ന മീറ്ററാണ് സ്നിക്കോ. വല്ല
ശബ്ദം ഉണ്ടായിട്ടോ എന്നുള്ളത്. അങ്ങനെയാണ് ആ സ്നിക്കോമീറ്ററിൽ തെളിഞ്ഞു. ഗോൾ ഓഫ് സൈഡായി. ഗംഭീരായില്ലേ? ഗോൾ ഓഫ് സൈഡായി. അത് യഥാർത്ഥത്തിൽ പോർച്ചുഗലിന് വലിയ ശ്വാസം വീണ ഒരു സംഗതിയാണ്. ക്രൊയേഷ്യ അത് അടിച്ചിരുന്നെങ്കിൽ പിന്നെ എക്സ്ട്രാ ടൈമിലേക്കും പിന്നീട് അങ്ങോട്ട് പെനാൽറ്റി ഷൂട്ടൗട്ട് വന്നാൽ അതൊക്കെ എന്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരുമായിരുന്നു. പക്ഷേ എന്തായാലും ആ വിവാദ തീരുമാനത്തിലൂടെ ക്രൊയേഷ്യയുടെ ഗോള് റദ്ദാക്കി പോർച്ചുഗൽ ജയിക്കുകയും ചെയ്തു. 1-നെതിരെ 2 ഗോളുകൾക്കാണ് അന്ന് പോർച്ചുഗൽ ജയിച്ചത്. എന്തായാലും അതൊരു വലിയ വിവാദമായി. പിന്നീട് ഇറാൻ്റെ വിജയ ഗോൾ, അതൊരു വല്ലാത്തൊരു നിഷേധമായിരുന്നു. ഈജിപ്തിനെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ 93-ാം മിനിറ്റിൽ ഷോജോ ഖാലിസാദെ ഇറാന് വേണ്ടിയിട്ട് വിജയ ഗോൾ നേടിയിരുന്നു. ഗ്രൂപ്പ് മത്സരത്തിൽ നിർണായക മത്സരമായിരുന്നു അത്. ഇറാൻ്റെ ആഘോഷത്തിനിടെ ഇറാൻ ഗോളടിച്ചു, ആഘോഷം തുടങ്ങി. അപ്പോൾ അതാ വാർ പരിശോധന. പന്ത് വലയിലാകും മുമ്പ് ഖാലിസാദയുടെ കാൽക്കുഴ ഓഫ് സൈഡ് വരെ കടന്നതായി തെളിഞ്ഞു. കാൽക്കുഴ ഓഫ് സൈഡ് വരെ കടന്നതായി തെളിഞ്ഞു. പിന്നെ ആ ഗോൾ അനുവദിച്ചില്ല. ഇറാൻ തോറ്റു, ഇറാൻ പുറത്തായി. എന്തൊരു നിർഭാഗ്യമാണല്ലേ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും 10 മത്സരങ്ങളിൽ 11 വാർ തീരുമാനങ്ങളാണ് ഇതുവരെയായിട്ട് വലിയ വിവാദമായി മാറിയത്. അതിൽ ചിലതാണ് നമ്മളിപ്പോൾ പരിശോധിച്ചത്. എന്തായാലും വാർ എന്ന വാക്ക് വളരെയധികം പ്രശസ്തമായി കഴിഞ്ഞു ഈ ലോകകപ്പോടെ.